എന്താണിത്? ഒന്നിന് തർക്കമാണെന്ന് അറിയാം, അല്ലെങ്കിൽ അല്ലാന്നറിയാതെ മനുഷ്യ കഴിവിന് അതീതമാണോ ചോദിക്കുന്നത്? മനുഷ്യ കഴിവിന് അതീതമാണോ അല്ലയോ? മൂസാ നബിയുടെ കൗമ് അദ്ദേഹത്തോട് വെള്ളത്തിൽ ചോദിച്ചത് മനുഷ്യന്റെ കഴിവിന് അതീതമാണോ അല്ലയോ? ഞാൻ തെളിയിക്കാം. സദസ്സിന് വ്യക്തമായി. ഇല്ലല്ല, ഞാൻ തെളിയിക്കും. പക്ഷെ ഇത് തർക്കമാണോ അല്ലേ നിങ്ങൾ ആദ്യം പറയും. ഇത് തർക്കമല്ല. ഞങ്ങളിവിടെ വ്യക്തമായ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഉസ്താദ് വായിച്ചത് കുഞ്ഞീദ് മദനിയുടെ പുസ്തകമാണ്. അതുകൊണ്ട് കുഞ്ഞീദ് മദനിയുടെ പുസ്തകത്തിലുള്ള വാചകം തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത്. മനുഷ്യ കഴിവിന് അതീതമാണോ അല്ലയോ മൂസാ നബിയുടെ കൗമ് വെള്ളത്തിന് ചോദിച്ചത്? ഉസ്താദ് മറുപടി. അപ്പൊ തർക്കമാണെന്ന് അംഗീകരിച്ചു അല്ലേ? തർക്കമാണെന്ന് അംഗീകരിച്ചല്ലോ എന്നല്ലേ ഇപ്പൊ എന്റെ അർത്ഥം? അല്ലെ, ഇതിന്റെ തർക്കം അംഗീകരിച്ചു അല്ലെ? ഇനി ആയത്തിൽ നിങ്ങൾ എത്തോർന്നോ പറയൂ. ഞങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ പറയൂ, മനുഷ്യ കഴിവിന് അതീതമാണോ അല്ലയോ? ആ വെള്ളത്തിന് ചിരിച്ച് കഴിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല ഉസ്താദെ. വെള്ളത്തിന് മൂസാ നബിയുടെ കൗമ് ചോദിച്ചത് മനുഷ്യ കഴിവിന് അതീതമാണോ? എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടൊന്നും രക്ഷപ്പെടൂല. അതുകൊണ്ട് വ്യക്തമായ ഉത്തരം പറയാ. എന്താ ചോദ്യം? ചോദ്യം ശ്രദ്ധിക്കുങ്ങള്. ചോദ്യം ചോദ്യം നിങ്ങൾ ഉസ്താദ നിങ്ങൾ ഉത്തരവ് മറന്നു പോകരുത്. അപ്പൊ ചോദ്യം ശ്രദ്ധിക്കുക. മൂസാ നബിയുടെ കൗമ് തീഹ് മരുഭൂമിയിൽ വെച്ച് വെള്ളത്തിന് മൂസാ നബിയോട് ചോദിച്ചത് അത് മനുഷ്യ കഴിവിന് അതീതമാണോ അല്ലയോ? അതെ. അപ്പൊ ഇതിലുള്ള തർക്കം അത് ഉസ്താദ് പറയും. അല്ലല്ല, ഉസ്താദ് മറുപടി പറയാത്തത് മനുഷ്യ കഴിവിന് അതീതമാണോ അല്ലയോ? ആ ചോദ്യം എന്റെ ചോദ്യം അതാണ്. അതിന് ഉസ്താദ് മറുപടി പറയൂ. പറയാ സാഹിബേ. അതിന് ഇവിടെ എന്താ ഞാൻ ചോദിച്ചത്? നിങ്ങൾ ചോദിച്ചതിനെല്ലാം മറുപടി പറയാന്ന് ഞാൻ പറഞ്ഞില്ലേ? ആദ്യം ഈ എഴുതിയത് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസയുടെ നിർവചനം ചോദ്യത്തിന് ശേഷമാണ് ആ എഴുത്ത് നിങ്ങൾ കൊണ്ടുവന്നത്. ആണോ അല്ലേ? ചോദ്യത്തിന് ശേഷമാണ് നിങ്ങൾ ആ എഴുത്ത് കാണിച്ചത്. നിങ്ങൾ വിഷയാവതരണത്തിൽ അത് കാണിച്ചിട്ടില്ല. വിഷയാവതരണത്തിൽ കാണിച്ചിട്ടിരുന്നെങ്കിൽ അത് പറയാമായിരുന്നു. പക്ഷേ എന്റെ ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞു മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ എന്ന് കുഞ്ഞീതും അതിനെ എഴുതി വെച്ചിരിക്കുന്നു. ശരി, മനുഷ്യ കഴിവിന് അതീതമാണോ അല്ലയോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൗമിയെ വെള്ളത്തിന് ചോദിച്ചത്? ഉസ്താദ് ഉത്തരം പറയൂ. ഈ കൗമി നിങ്ങളൊന്ന് കേൾക്കട്ടെ. ഇത് കേൾക്കും. നിങ്ങൾ ഇരിക്കും, ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എല്ലാവരും കേട്ടു. ആദ്യം തർക്കത്തിലിരിക്കുന്ന, ഞാൻ തർക്കം തുടങ്ങാണ്. തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഉദാഹരണം പറയാമോ എന്നാണ് അവർ ചോദിച്ചത്. അത്രയേ ചോദിച്ചിട്ടുള്ളൂ. അതിന് ഈ CD നോക്കിയാൽ കിട്ടും. ആ CD-യിലുണ്ടാവും, എല്ലാവരും പിടിക്കുന്ന CD-യിലുണ്ടാവും. ചോദ്യം എന്തായിരുന്നു? തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഉദാഹരണം പറയാമോ എന്നാ ചോദ്യം. അപ്പൊ ഈ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസാണ് ചോദ്യത്തിൽ വന്നല്ലോ. അപ്പൊ എന്താണ് തർക്കം എന്ന് പറയേണ്ടി വന്നു? അപ്പൊ ആ തർക്കം നമ്മൾ പറഞ്ഞിട്ട് ബേജാറാകണ്ട. ഓര് പറയുന്ന തർക്കം തന്നെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിൽ എഴുതിയത് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസയാണോ അല്ലേ, ആണോ അല്ലേ, ആണോ അല്ലേന്ന് 100 പ്രാവശ്യം നമ്മൾ ആവർത്തിച്ചു ചോദിച്ചു. രണ്ടാലൊന്ന് പറയണം. അത് പറയാൻ മറുഭാഗത്തെന്തോ പ്രയാസമുണ്ട്. നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ അല്ലേ? അത് മതി. ഇനി നമ്മളെ വെറുതെ സമയം കളയേണ്ട വിഷയം മാത്രമല്ലല്ലോ നമ്മളുടെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി. അത് തുറന്നൊന്ന് പറയാൻ, അവരുടെ നേതാവ് എഴുതിയത് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസയാണ് എന്ന് തുറന്നു പറയാന് ധൈര്യം കാണുന്നില്ല. എന്നാ ഇനി നമ്മൾ ആ ഓതിയ ആയത്ത് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസ ആണോ അല്ലേ എന്നാണ് ഇപ്പൊ രണ്ടാമത് ചോദിക്കുന്നത്. ഞാൻ പറയാൻ മറുപടി കേട്ടോളൂ. ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തസ്ഖാ, യസ്തസ്ഖി, ഇസ്തിസ്ഖാ മസ്ദർ എന്നാണ് അതിന് പറയാം. മഴയത്തേടൽ, വെള്ളം ആവശ്യപ്പെടൽ, മഴയത്തേടൽ എന്നാണ് അതിന്റെ അർത്ഥം. ഈ ആയത്ത് എപ്പോഴാണ് അവതരിച്ചത്? അത് ആ വാക്കിന്റെ നേരെ അർത്ഥമാണ്. ഇസ്തസ്ക. അത് മീസാൻ അജ്നാസ കോതിയ കുട്ടികൾക്കൊക്കെ അറിയും. ഇസ്തസ്ക എന്ന് പറഞ്ഞാൽ മഴയെ തേടി വെള്ളം ആവശ്യപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഞാൻ പറയുന്ന മറുപടികൾ കേൾക്കി. ഇനി ഈ ആയത്ത് ഇറങ്ങിയത് എപ്പോഴാണ്? എന്റെ സമയവും സന്ദർഭവും ഞാൻ എന്റെ പ്രസംഗത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു. ഓരോ ആയത്തിന്റെയും സമയവും സന്ദർഭവും മനസ്സിലാകുമ്പോഴാണ് ആ ആയത്തിന്റെ ആശയം പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുക. ഇതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു തത്വമാണ്. ഈ ആയത്ത് എപ്പോഴാണ് അവതരിച്ച് ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് പറയണമെന്ന് ചിന്തിച്ചാൽ പോരാ. നിങ്ങൾക്ക് ഞാൻ എന്താ മനസ്സിലാവില്ല അല്ലെ? അങ്ങനെയല്ലേ വേണ്ട? അതെ, മൂപ്പരെ അംഗീകരിച്ചു. അത് മാന്യത അതാണ്. മാന്യത അതാണ്. അങ്ങനെ മാന്യന്മാരെ അംഗീകരിക്കും. അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി ഇതിന്റെ സന്ദർഭമാണ് ഞാൻ വിവരിക്കാൻ പോണത്. തീഹ് എന്ന് പറഞ്ഞ ഒരു മരുഭൂമിയാണ്. തീഹ് എന്ന് പറഞ്ഞ മരുഭൂമിയാണ്. അവിടെ കിണർ കുത്തി വെള്ളം കിട്ടാനുള്ള സംവിധാനം അവിടെ അല്ല. ഒരാളും പൈപ്പും അവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇനിയുള്ള കൂൾബാറിന്റെ കടകളും അവിടെ ഉണ്ടോ? അതും ഇല്ല. ഇവർ എത്ര കൊല്ലാണ് അവർ ചുറ്റിത്തിരിഞ്ഞ്? ഖുർആൻ പറയുന്നുണ്ട് ആയത്തിൽ ഒരുപാട് കൊല്ലം അങ്ങനെ ചുറ്റിത്തിരിഞ്ഞിക്കുക.
ഒരുപാട് കൊല്ലം രാവിലെ പുറപ്പെടും, വൈകുന്നേരം രാവിലെ പുറപ്പെട്ട സ്ഥലത്തെത്തും. അങ്ങനെ ഒരുപാട് കാലത്തിന് 40ഓളം കൊല്ലാണെന്ന് എനിക്ക് തോന്നുന്നത് അവരിങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട് തീഹ് എന്ന മരുഭൂമിയിൽ. അപ്പോഴാണ് ജനങ്ങൾക്ക് ആവശ്യം വെള്ളത്തിന് വല്ലാതെ വെള്ളം, ഉള്ള വെള്ളം മുഴുവൻ തീർന്നുപോയി. ഇനി വെള്ളത്തിന് അവിടെ യാതൊരു വകുപ്പില്ല. അപ്പോഴാണ് മൂസാ നബിനോട് പോയിട്ട് ദാഹിച്ച അവശരായ ആളുകൾ വെള്ളം ചോദിക്കുന്നത്. അപ്പൊ വെള്ളം ചോദിക്കുമ്പോൾ ഈ മൂസാ നബിയിൽ നിന്ന് ധാരാളം അമാനുഷിക സിദ്ധികൾ കണ്ട് പരിചയമുള്ള ആളുകളാണ് വെള്ളം ചോദിക്കുന്നത്. ആ വെള്ളം ചോദിക്കുന്ന സമയത്ത് ദാഹിച്ച് വെള്ളം ചോദിക്കുമ്പോ സാധാരണ മാർഗത്തിലെ തന്നാ മതി കേട്ടോ, അഭൗതിക മാർഗത്തിലൂടെ തരരുത്, സാധാരണ മാർഗത്തിലൂടെ തന്നാ മതി, അഭൗതിക മാർഗത്തിലൂടെ തരരുതേ 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 എന്നാരോ വെള്ളം ചോദിക്കോ. എങ്ങനെയാണോ വെള്ളം കിട്ടാൻ സൗകര്യമുള്ളത് അങ്ങനെയെല്ലാം തരണമെന്നാ. അതാ മൂപ്പര് അമ്മ എന്ന് പറഞ്ഞ അറബി ആയതുകൊണ്ട് ചിലപ്പോൾ തിന്നിട്ടുണ്ടാവില്ല. അങ്ങനെ വെള്ളത്തിന് ആവശ്യമുള്ള സുഹൃത്തുക്കളെ എങ്ങനെയല്ലേ, നമുക്ക് എങ്ങനെയും വെള്ളം കിട്ടിയാൽ മതി എന്നല്ലേ. പിന്നെ അങ്ങനെ മുഴജത്തുകൊണ്ട് തരരുതേ കിണർ കുത്തിയേ തരാവൂ, മുഴജത്തുകൊണ്ട് തരരുതേ കിണർ കുത്തിയേ തരാവൂ, അങ്ങനെ ആരെങ്കിലും ഇതിനർത്ഥം വെക്കോ? ബുദ്ധിയുള്ള ആൾക്കാർ അർത്ഥം വെക്കൂല. അപ്പൊ ഇസ്തസ്ഖ എന്ന മൂസാ നബിയോട് കൗമ് വെള്ളത്തിന് ആവശ്യപ്പെട്ടു. വെള്ളത്തിന് എങ്ങനെ ആവശ്യപ്പെട്ട്? മൂസാ നബിയിൽ നിന്ന് ധാരാളം മുഅ്ജിസത്തുകൾ കണ്ട് പരിചയമുള്ള ഈ മൂസാ നബിന്റെ അനുയായികൾ മൂസാ നബിനോട് പറയാ ഞങ്ങൾക്ക് വെള്ളം വേണം. എന്നാ എങ്ങനെ വെള്ളം കൊടുത്ത്? എന്നാ കുയിക്കട കിണർ എന്നാണ് തീകരണ മരുഭൂമിയിൽ കിണറുത്താനാണോ പറഞ്ഞത്? അല്ല, മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട് വെള്ളം വേണം. അപ്പൊ മൂസാ നബി അള്ളഹാനോട് ചോദിച്ചല്ല നമ്മളെ തെളിവ്. ഈ ജനങ്ങൾ മൂസാ നബിയോട് അവിടെ അഭൗതിക മാർഗത്തിൽ തരണ്ട, ഭൗതിക മാർഗത്തിലൂടെ തരാവൂ എന്നവിടെ അല്ല. കാരണം ദാഹിച്ചോല വെള്ളം ചോദിക്കുന്നത്, അവർക്ക് എങ്ങനെ കിട്ടിയാൽ മതി എന്നുള്ള. അപ്പൊ അവിടെ ഭൗതികവും പെട്ടു, അഭൗതികവും പെട്ടു. ഇനി ഭൗതികം മാത്രമേ പെടൂ, അഭൗതികം പെടില്ല എന്നെങ്കിൽ അതിനാണ് തെളിവ് വേണ്ടത്. അത് നിദാനശാസ്ത്രം പഠിക്കണം. ഖുർആനിലോ സുന്നത്തിലോ വന്ന അമ്മായ പ്രസ്താവനകൾ മറ്റു തെളിവുകളില്ലാത്ത കാലത്തോളം അമ്മായിട്ട് തന്നെ വെക്കണമെന്നാണ് നിദാനശാസ്ത്രം. എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾക്കൊരു പൊതു തത്വമുണ്ട്, അതിനാണ് നിദാനശാസ്ത്രം. അതെന്താണ്? ഖുർആനിൽ പൊതുവായൊരു പ്രസ്താവന വന്നാൽ അത് പൊതുവായിട്ട് തന്നെ വെക്കണം. ചിലത് അതിനെ ഒഴിവാക്കണമെങ്കിൽ അതിനാ തെളിവുണ്ട്. അതേ സമയത്ത് എല്ലാം പെട്ടു എന്നുള്ളതിന് തെളിവേണ്ട, ഒഴിവാക്കണമെങ്കിൽ ആ തെളിവുണ്ട്. അത് ദാഹിച്ച ആളുകൾക്ക് വെള്ളം വേണം. എങ്ങനെ? മുഴജത്തോണ്ട് തരരുതോ, കിണറുക്കോ അല്ലെങ്കിൽ പീടി പോയിട്ട് വാങ്ങിയേ തരാവൂ. അങ്ങനെ ദാഹിച്ചോലാരെങ്കിലും നിബന്ധന വെക്കും? അങ്ങനെ നിബന്ധനല്ല. അതുകൊണ്ട് എങ്ങനെയാണോ വെള്ളം കിട്ടേണ്ടത് അങ്ങനെ വേണ്ട. അപ്പൊ പടച്ചവനോട് ചോദിച്ചു, വടിന്റെ എല്ലാം അടിക്കൂ, വടി കൊണ്ട് പാറക്കല്ലിൽ അടിച്ച് വെള്ളം കൊടുക്കാന്നുള്ള ഭൗതിക അഭൗതിക. എന്നാ ഈ മരത്തിലടിച്ച് മൗലവിന്ന് തരും വെള്ളം, ഞങ്ങൾക്കൊന്ന് കാണും. ഈ മരത്തിലടിച്ച് മൗലവി വെള്ളം തരട്ടെ, ഞാൻ മൗലവിനോട് വെള്ളം ചോദിക്കാം, ഒന്ന് തെരുവ് വെള്ളം മരത്തിലടിച്ച് കഴിയോ? ഇല്ല. അതേ സമയത്ത് ആ കൂൾബാർ പോയി വാങ്ങിത്തരാൻ കഴിയും. അപ്പോഴേ ദാഹിച്ച ആളുകളാണ് ചോദിച്ചത്, അവരിന്ന മാർഗം എന്ന നിബന്ധന വച്ചില്ല എന്ന സാഹചര്യ തെളിവ് കൊണ്ടും അതിൽ നിന്ന് അത് ഒഴിവാക്കണം എന്നതിന് മറ്റു തെളിവുകളില്ലാത്തത് കൊണ്ടും ഭൗതികവും അഭൗതികമായ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞീരും അതിന് എഴുതിയ ഈ നിർവചനം നിങ്ങൾ അംഗീകരിച്ച സ്ഥലക്ക് 100% നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി തന്നെയാണ് സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇനി എന്തോ പറഞ്ഞാ പോരാ, ഞാൻ പറഞ്ഞതിനെ ഗണ്ണിക്കണം. എങ്ങനെ ഗണ്ണിക്കണ്ട്? മണം പഠിക്കണം, കുറെയൊക്കെ മന്തിക്കോതി പഠിക്കണം. എങ്ങനെ ഗണ്ണിക്കണ്ട്? ഒന്നുകിൽ ഗണ്ണിക്കണം, ഇവിടെ ഭൗതികം ഒഴിവാക്കിയാണ് അവർ ചോദിച്ചതെന്നുള്ളതിന് തെളിവ് പറയണം. അങ്ങനെയാണ് പറഞ്ഞാൽ പോരാ, തെളിവ് പറയണം. അല്ല എന്നുള്ളതിന് ഞാൻ ബുദ്ധിപരമായി തെളിവ് പറഞ്ഞു, സാഹചര്യം കൊണ്ടുള്ള തെളിവ് പറഞ്ഞു. ഇനി അതിനെ ഗണ്ണിക്കാതിയിൽ ഏത് പെടൂല? അഭൗതികതയിൽ പെടൂല, ഭൗതികയെ പെടൂ എന്നതിന് ഇങ്ങാഞ്ഞ് തെളിവ് പറയണ്ടേ, ഞങ്ങളല്ല. അപ്പൊ അതിനുള്ള തെളിവ് പറയണം. ഒന്ന്. ഇനി ഈ ചോദ്യത്തെ ഗണ്ണിക്കാനുള്ള ശൈലിയെ ഞാൻ പഠിപ്പിക്കുന്നു. അപ്പൊ ആ ഗണ്ണനം പഠിയല്, അതിനാണ് മന്തിക്ക് പഠിക്കണം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വേണം? എങ്ങനെ ഗണ്ണിക്കണം? ജനങ്ങൾക്കൊക്കെ മനസ്സിലായി. ദാഹിച്ച ആളുകൾ വെള്ളം ചോദിക്കുമ്പോ എങ്ങനെയാലും മണ്ടിലെ വെള്ളം കിട്ടണം. അതും ആരോടാ ചോദിക്കുന്നത്? ധാരാളം മുഅ്ജിസത്തുകൾ കണ്ട് പരിചയമുള്ള ഒരു പ്രവാചകനോടാണ് ചോദിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മളെ എഞ്ചിനീയറോട് പോയി, സാധാരണക്കാർക്ക് മനസ്സിലാകാനും ചെയ്യും, എഞ്ചിനീയറോട് പോയി നമ്മൾ ഡോക്ടറോട് പറയുന്ന കാര്യം പറയുള്ളൂ. എഞ്ചിനീയറോട് അയാൾക്ക് കഴിയുന്ന കാര്യം പറയും, ഡോക്ടറോട് ചോദിക്കുമ്പോൾ അയാൾക്ക് കാര്യം കഴിയണ പറയും. ഡോക്ടറോട് പോയി ആരെങ്കിലും ചായ കഴിക്കലുണ്ടോ? എഞ്ചിനീയർമാരോട് പോയി ആരെങ്കിലും പൂള കഴിക്കലുണ്ടോ? എഞ്ചിനീയർമാരോട് ആ ബിൽഡിംഗ് ഒന്ന് ശരിയാക്കാണ്ട്, ഡോക്ടർമാരോട് എനിക്കൊരു രോഗം സുഖമുണ്ട്, ഇങ്ങനെയല്ലേ പറയാറുള്ളൂ. അപ്പൊ പ്രവാചകന്മാരോട് അനുയായികൾ ചോദിക്കുന്നൊക്കെ മുഅ്ജിസത്ത് കൊണ്ട് കിട്ടും എന്നുള്ള നിലക്ക് തന്നെയാണ്. സാഹചര്യ തെളിവുണ്ട്, മറ്റു തെളിവുകളുണ്ട്. ഇനി അത് പെടൂല എന്നുള്ളതിന് ഞങ്ങളല്ല തെളിവ് പറയേണ്ടത്, നിങ്ങളാ പറയേണ്ടത്. എന്തുകൊണ്ട്? അതിനെന്താ തെളിവ്? അതിനാണ് നിദാനശാസ്ത്രം തെളിവ് പറഞ്ഞത്. ഖുർആനിലോ സുന്നത്തിലോ പൊതുവായ ഒരു നിയമം വന്നാൽ അത് പൊതുവായിട്ട് തന്നെ നിർത്തണം. അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള തെളിവുകൾ ഇല്ലാത്ത കാലത്തോളം, അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള തെളിവുകൾ
നിങ്ങൾ ഈ സദസ്യക്ക് ഓതിക്കൊടുപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മാന്യത തെളിയിക്കേണ്ടതാണ് എന്ന് ഈ സമയത്ത്